الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى وبينات من الهدى والفرقان. أحمده سبحانه وأشكره وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله الذي كان يخص رمضان بما لم يخص به غيره من صلاة وتلاوة وصدقة وبر وإحسان. اللهم صل عليه وعلى آله وأصحابه الطاهرين الذين آثروا رضا الله على شهوات نفوسهم فخرجوا من الدنيا مأجورين وعلى سعيهم مشكورين وسلم تسليما كثيرا إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവെ ഭയപ്പെട്ട് അവന്റെ തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കീഴൊതുങ്ങി മരണം വരെയും മുത്തഖികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസമാണ്. സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ ആയത്തിൽ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. അത് ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗവും വബയ്യിനാത്തിൻ മിനൽ ഹുദ, സന്മാർഗത്തിന്റെ വ്യക്തമായ തെളിവുകളും വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ്. ഏറ്റവും വലിയ 3 അനുഗ്രഹങ്ങൾ നൽകാൻ, മനുഷ്യരായ നമുക്ക് നൽകാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമളാൻ മാസം. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. പ്രബലമായ 2 അഭിപ്രായങ്ങളിൽ ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ ആരംഭം റമളാൻ മാസത്തിലാണ്, പിന്നെ ബാക്കിയുള്ള വർഷങ്ങളിലെ മാസങ്ങളിലാണ് അത് പൂർണ്ണമായും അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം, വിശുദ്ധ ഖുർആൻ അന്നൽ ഖുർആൻ നസല ബിജുംലത്തി വാഹിദത്തിൻ ഇല സമാഇ ദുനിയ, മുഴുവനായും ഒന്നാം ആകാശത്തേക്ക് അവതരിക്കുകയും, അതായത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, പിന്നീട് അതിനുശേഷം 23 കൊല്ലങ്ങളിലായി ഭൂമിയിലുള്ള സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ചു എന്നാണ്. ഈ 2 അഭിപ്രായങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അന്നഹു നുസില ജുംലതൻ മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇല ബൈത്തുൽ ഇസ്സ, ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ, അൽ ഇസ്സ എന്ന ഭവനത്തിലേക്ക് ഇറങ്ങുകയും അത് റമളാനിലാണ്, ലൈലത്തുൽ ഖദറിലാണ്. പിന്നെ റമളാനിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആയത്തുകൾ ഇറങ്ങിയത് എന്ന് പറയുന്നു. പ്രിയപ്പെട്ട രണ്ടാമത്തെ അനുഗ്രഹം, അത് ഇറക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ദിവസം രാവാണ്, ലൈലത്തുൽ ഖദർ. അത് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്നാണ് പറഞ്ഞത്. ആ രാവ് അല്ലാഹുവിന് വേണ്ടി 80 വർഷം ഇബാദത്ത് എടുത്താലുള്ള പ്രതിഫലം. ഒരായുസ് എത്രയുണ്ട്? എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടക്കാണ്. എന്നിട്ട് 10 കൊല്ലം കൂടെ കൂട്ടി ഒരായുസ് മുഴുവൻ എന്ന് പറയാം.
ഒരായുസ് മുഴുവൻ 80 വർഷം ഇബാദത്തെടുത്താലുള്ള പ്രതിഫലം ഒരൊറ്റ രാത്രിയിലെ ഇബാദത്തിന് ലഭിക്കുന്നു എന്നാണ് ആ രാത്രിയുടെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ മാത്രമല്ല റമദാനിൽ അവതരിച്ചത്, അതിനു മുമ്പുള്ള വേദങ്ങളെല്ലാം അവതരിച്ചത് റമദാനിൽ തന്നെയാണ്. ഹദീസിൽ കാണാൻ കഴിയും നമുക്ക്, ഉൻസിലത്ത് സുഹഫ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഏടുകൾ, ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഔവൽ ലൈലത്തിൻ റമദാൻ, റമദാനിലെ ആദ്യത്തെ ദിവസമാണ്, രാത്രിയിലാണെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വഉൻസിലത്ത് തൗറാത്തുൽ സിത്തി മുദയ്യന മിൻ റമദാൻ, തൗറാത്ത് അവതരിച്ചത് റമദാൻ 6-നാണ്. വഉൻസിലൽ ഇൻജീലു, ഇൻജീൽ അവതരിപ്പിക്കപ്പെട്ടത് ലിസലാത്തി ലൈലത്ത് ഖലത്ത് മിൻ റമദാൻ, റമദാനിലെ 13ാമത്തെ രാത്രി. വഉൻസിലൽ സബൂർ ലി18 ഖലത്ത് മിൻ റമദാൻ, റമദാനിലെ 18-നാണ് സബൂർ അവതരിച്ചത്. വഉൻസിലൽ ഖുർആൻ ലി24 ഖലത്ത് മിൻ റമദാൻ, റമദാനിന്റെ 24ാമത്തെ രാത്രി കഴിഞ്ഞ് 25ാമത്തെ ദിവസം, ഒറ്റ രാത്രി. ഇനി നോക്ക്, മൂന്നാമത്തെ നിഅമത്ത് എന്താ? അനുഗ്രഹം. റമദാനിലെ 30 നോമ്പാണ്. മറ്റു മാസങ്ങളിൽ അല്ലാഹു റമദാനിലെ 30 നോമ്പ്, ആ 30 മറ്റു മാസങ്ങളിൽ എന്തുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ചില്ല? അത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. വേറെ എത്രയോ മാസങ്ങൾ, 11 മാസങ്ങളില്ലേ? ആ മാസങ്ങൾ 30 നോമ്പാക്കിയാൽ പോലെ. പിന്നെ റമദാനിന് മാത്രമെന്തേ 30 ദിവസത്തെ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി? അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത്. അതായത് 3 അനുഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്ന, സമ്മേളിക്കുന്ന മഹാസംഗമ വേള. 1 വിശുദ്ധ ഖുർആൻ, 2 ലൈലത്തുൽ ഖദർ, 3 30 നോമ്പ്. ഇത് 3ഉം കൂടി ഒരു മാസത്തിൽ സമ്മേളിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷിക്കാനും അവൻ ആനന്ദിക്കാനും ഇനി എന്താ വേണ്ടത്? പ്രിയപ്പെട്ടവരെ, നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഗ്രഹമായി തീരുന്നത്? റസൂൽ പറഞ്ഞു, ഷഫീആനി അൽ ഖുർആൻ വസ്സൗമു ഷഫീആനി, ഖുർആനും അതേപോലെ തന്നെ നോമ്പും നമുക്ക് ശുപാർശ ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും നമുക്ക് അനുകൂലമായ സാക്ഷി പറയാം റബ്ബിന്റെ മുന്നിൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, റബ്ബി മനഅതുൻ നൗമ ബിൽ ലൈലി, രാത്രിയിൽ ഇവന്റെ ഉറക്കം മുടക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞാൽ, എന്നെങ്ങനെ പാരായണം ചെയ്ത് ഉറങ്ങാൻ പോലും ഒരു നേരം കിട്ടിയില്ല. ഫശഫിഅനി ഫീ, ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിച്ചാലും. അല്ലാഹുവോട് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയണമെങ്കിൽ, അഥവാ എങ്ങനെയാണ് ഖുർആൻ നമുക്ക് അനുകൂലമായി നമുക്ക് ശുപാർശ പറയുന്നതാക്കാൻ നമുക്ക് സാധിക്കുക? ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്, അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആയിക്കോട്ടെ, ഒരു പേജാണ് ഒരു ദിവസം നമ്മൾ ഓതുന്നതെങ്കിൽ ആ ഒരു പേജിന് എന്താണ് അല്ലാഹ് നമ്മോട് പറഞ്ഞത് എന്ന് കൃത്യമായി ആലോചിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ ഖുർആനിന്റെ അനുഭൂതി നുകരാൻ കഴിയുള്ളൂ. ഇമാം സർക്കശി പറഞ്ഞത്, മല്ലം യകുല്ലഹു ഇൽമുൻ വഫഹ്മുൻ വതഖവ, ആർക്ക് ഇൽമില്ലേ, ഫഹ്മില്ലേ, മനസ്സിലാക്കാനുള്ള കഴിവില്ലേ, തഖ്വ തദബ്ബുർ ചിന്തിക്കാനുള്ള കഴിവില്ലെങ്കിൽ, ഖുർആനിൽ നിന്നും അവനൊരു അനുഭൂതിയും അവനൊരു എൻജോയ്മെന്റും കിട്ടാനില്ല. ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മഹുല്ലാഹ് തഫ്സീറിൽ പറഞ്ഞു, ഇന്നി ലഅജബു മിമ്മൻ ഖറഅൽ ഖുർആൻ, ചില ആളുകളുടെ കാര്യം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമാണ്. ഖറഅൽ ഖുർആൻ, അവർ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, വലം യഅലം തഅ്വീലഹു, അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അവർ അറിയുന്നില്ല. കൈഫ യൽതദ്ദു ബിഖിറാഅതി, കേവലം പാരായണത്തിലൂടെ എങ്ങനെയാണ് ഇവർക്കൊരു എൻജോയ്മെന്റ്, ഒരു അനുഭൂതി ലഭിക്കുക എന്ന് നമ്മോട് ചോദിക്കുക അല്ലേ? ഇമാം ഖുർതുബി തന്റെ തഫ്സീറിൽ പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, സൂറത്ത് നിസായിലെ 82ാമത്തെ ആയത്തിൽ അവർ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ? അതിനെപ്പറ്റി ഈ ആയത്തിലൂടെ അല്ലാഹ് ആക്ഷേപിച്ചത് കപടന്മാരെയാണ്. ആരെ കപടന്മാർ? മുനാഫിക്കുകളെയാണ്. എന്തുകൊണ്ട്? അവർ ഖുർആന്റെ അർത്ഥത്തെ പറ്റി അവർ ചിന്തിച്ചില്ല, ആയത്തിനെ പറ്റി ചിന്തിച്ചില്ല, അതിന്റെ ആശയത്തെ പറ്റി ചിന്തിക്കാത്ത കപടന്മാരെ അല്ലാഹു ആക്ഷേപിച്ചിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ദീർഘമായ പ്രാർത്ഥനയിൽ അല്ലാഹ് ഖുർആനെ നീ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് അല്ലേ?
വിശുദ്ധ ഖുർആൻ പഠിക്കാത്തത് കൊണ്ടല്ലേ അല്ലാഹുവിൽ നിന്ന്, സൃഷ്ടാവായ റബ്ബിൽ നിന്നും അകന്ന് സൃഷ്ടികളോട് തേടാനും അവരിലേക്ക് അഭയം തേടാനും എല്ലാം അവരിൽ സമർപ്പിക്കാനും എല്ലാ സങ്കടങ്ങളും മരിച്ചുപോയവരോട് പറയാൻ ആളുകളെ പ്രേരിപ്പിക്കണം. എന്താ വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? നമ്മളെ കൗമൻ അറിയില്ല, പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ ഉസ്താദന്മാർ മാത്രം പഠിച്ചാൽ മതി, ഞങ്ങളൊന്നും അറിയണ്ട, സാധാരണക്കാരായ ആളുകളൊന്നും അറിയണ്ട, അതല്ല ഞങ്ങൾ ഉസ്താദന്മാർ അങ്ങോട്ട് പറഞ്ഞു തരും, ഞങ്ങളത് വിശ്വസിക്കും. അല്ലേ സമൂഹത്തിന്റെ പോക്കുന്ന ആലോചിച്ചു. കേവലം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഖുർആൻ നമുക്ക് അനുകൂലമായി ശുപാർശ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. കേവലം പാരായണത്തിൽ മാത്രം ഒതുങ്ങരുതെന്ന് സാരം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സയതി അലന്നാസി സമാനൻ, ഒരു കാലം വരാനുണ്ട് ജനങ്ങൾക്ക്, ഖലീലുൽ ഫുഖഹാഉഹു, ഖുർആനെ പറ്റിയുള്ള പാണ്ഡിത്യമുള്ളവർ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. കസീറുൽ ഖുർആഉഹു, പാരായണം ചെയ്യുന്നവർ ഒരുപാടുണ്ടാവും, ഇഷ്ടംപോലെ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ടാവും. യഹ്ഫദു ഫീഹി ഹുറൂഫുൽ ഖുർആൻ, ഖുർആന്റെ ഹർഫുകൾക്ക് ഒരു മാറ്റവും വരില്ല, അത് ഖുർആനിൽ തന്നെ ഉണ്ടാകും. പക്ഷേ അതിൽ പറഞ്ഞ നിയമങ്ങൾ നടപ്പിലാക്കാൻ ആരുണ്ടാവില്ല. ഗൗരവമായിട്ട് അദ്ദേഹം പറയണം. പറഞ്ഞത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഇന്നമാ നുസിലൽ ഖുർആൻ ലിയുഅമല ബിഹി. പറയുന്നത് ഖുർആൻ എന്തിനാ ഇറക്കിയത്? അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി. ജനങ്ങൾ അത് പാരായണം ചെയ്യുന്ന ഒരു അമലാക്കി മാറ്റി. എങ്ങനെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അതനുസരിച്ച് അമൽ ചെയ്യാനാണ്. പക്ഷേ ജനങ്ങൾ അത് പാരായണം ചെയ്യുന്നതിന്റെ ഒരു അമലാക്കി മാറ്റി. കണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യേണ്ടത്? അല്ലാഹ് എന്ത് ഹലാലാക്കിയത് ഹലാലായി കാണണം. വയുഹരിമു ഹറാമ, അല്ലാഹ് എന്താണോ ഹറാമാക്കിയതിനെ ഹറാമാക്കിയതായി കാണണം. വയത്തമിറു ബിഅവാമിരിഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം. വയത്തഹു അൻ നവാഹിഹി, അല്ലാഹ് എന്താണോ വിലക്കിയത് അതിൽ നിന്ന് മാറി നിൽക്കണം. വയഖഫു ഇൻദ അജായിബി, ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അതിൽ അർത്ഥസാരം അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാകും. അതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കണം. അതാണ് അമൽ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുക എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നോമ്പെടുക്കാനുള്ള താല്പര്യം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് നരകമോചനം എന്നത് ലക്ഷ്യമാക്കിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൗമു ജുന്നത്തു, നോമ്പൊരു പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നരകത്തിൽ നിന്നും നമ്മുടെ ശരീരം രക്ഷിക്കാനുള്ള ഒരു പരിചയാണ് യഥാർത്ഥത്തിൽ നോമ്പ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ മാർക്കറ്റിൽ ഡെയിലി ജോലി ചെയ്യുന്ന ആളുകൾ വലിയ ഉന്തുവണ്ടി ഇങ്ങനെ ഉന്തിയിട്ട് വളരെ വെയിറ്റുകൾ തൂക്കിയിട്ട് അല്ലെ, അരിച്ചാക്ക് പല ചാക്കുകളും ചുമന്ന് നിത്യജീവനം പുലർത്തുന്ന ആളുകളുണ്ട്. കഠിനമായ ചൂടിൽ നോമ്പെടുത്ത് ജോലി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഒഴിവാക്കി ജോലി ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്, നോമ്പ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് അതാവില്ലല്ലോ, അല്ലെ? അള്ളാഹുവോടുള്ള ബാധ്യത നിറവേറ്റാനുള്ള താല്പര്യം, റബ്ബിനോടുള്ള ഇഷ്ടം അവർ പ്രകടിപ്പിച്ചത് നോമ്പ് അനുഷ്ഠിക്കാൻ, നോമ്പെടുക്കാൻ വേണ്ടി ഒരു മാസം ലീവ് എടുത്തിട്ടാണ്. പള്ളികളിൽ ഇരിക്കുന്ന ആളുകൾ ഒരു മാസം ലീവ് എടുത്തിട്ട് എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ്, അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് നീ ഒരു കാര്യം നീ ഒഴിവാക്കുകയാണെങ്കിൽ, നീ നിന്റെ ഉപജീവനത്തെ പറ്റിയല്ലേ ചിന്തിക്കുന്നത്, അതെടുത്തുകൊണ്ട് ഈ നോമ്പ് ഒഴിവാക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന നഷ്ടമാണ്. അപ്പൊ ആ നോമ്പ് ഒഴിവാക്കാതിരിക്കാൻ നിനക്ക് അല്ലാഹ് അനുവദനീയമായ ആ ഒരു മാർഗം, നീ ഉപജീവന മാർഗം നീ ഉപേക്ഷിക്കുമ്പോൾ ഇല്ലാ ആതാകല്ലാഹു ഖൈറൻ മിൻഹു, അതിനേക്കാൾ അല്ലാഹ് ഖൈറായത് നിനക്ക് പകരം നൽകും. ഇതിൽ വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. അല്ലാഹു അവർക്ക് പകരം ഇതിനേക്കാൾ ഖൈറായി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യം കാരണം വയസ്സായ ആളുകൾ നമ്മുടെ അല്ലേ, വിട്ടുമാറാത്ത രോഗം കാരണം കഷ്ടപ്പെടുന്നവർ, നോമ്പെടുക്കുന്നതിൽ നിന്ന് അവർക്ക് ഇളവല്ല നൽകിയിട്ടുണ്ട്, അവർക്ക് എടുക്കേണ്ടതില്ല. എങ്കിൽ കൂടി നോമ്പൊഴിവാക്കാൻ കൂട്ടാക്കാത്തത്, നോമ്പെടുക്കാനുള്ള അതീവ താല്പര്യം കാണിക്കുന്നത് റബ്ബിനോടുള്ള ഭയമാണ്, അല്ലാഹുവോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. വീട്ടിലെ പ്രായമുള്ള ആളുകളോട്, വളരെ പ്രായമുള്ള ആളുകളോട് നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നോമ്പെടുക്കാതിരിക്കുകയോ, ഒരു റമദാനിന്റെ പകൽ ഞാൻ നോമ്പെടുക്കാതിരിക്കുകയോ സുബ്ഹാനല്ലാഹ് ആലോചിക്കാൻ കഴിയുന്നില്ല, ആലോചിക്കാൻ കഴിയുന്നില്ല എന്നാ പറഞ്ഞത്. എത്ര പ്രയാസം സഹിച്ചാണെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനുള്ള വല്ലാത്ത ആഗ്രഹം അവർക്കാണ്. അള്ളാഹുവിന്റെ ലൈക്ക്
അവരെ പറ്റിയാണ് മലക്കുകൾ കമന്റ് പറയുന്നത്. എന്നൊന്ന് ആലോചിച്ചു നോക്ക്. അഹ്നഫ് ഇബ്നു ഖൈസിനെ അറിയോ നിങ്ങൾക്ക്? അഹ്നഫ് ഇബ്നു ഖൈസിനെ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു മഹാനായ മനുഷ്യരാണ്. അദ്ദേഹം റസൂലിനെ കണ്ടിട്ടുണ്ട്, റസൂൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹാബി എന്ന് പറയാൻ പറ്റൂല അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് 90 വയസ്സ് വരെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടി. നോമ്പെടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, ഇന്നക ശൈഖുൻ കബീർ, ഇന്നക ശൈഖുൻ കബീർ വഅന്ന സിയാമ യദഇഫു. നിങ്ങൾ പ്രായമുള്ള ആളല്ലേ, നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോവില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ വയോവൃദ്ധന്റെ, വളരെ വൃദ്ധനായ മനുഷ്യന്റെ മറുപടി, ഇന്നി ഉഇദ്ദുഹു ലിസഫരി തവീൽ, ഞാൻ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നത് ദീർഘമായ ഒരു യാത്ര എനിക്ക് പോവാനുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള സാമഗ്രി ഞാൻ ഒരുക്കുകയാണ്. അള്ളാന്റെ ശിക്ഷ വന്നിട്ട് അതിന്റെ കഷ്ടതകൾ സഹിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമാണ് അള്ളാന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്തിട്ട് അതിന്റെ കഷ്ടതകൾ സഹിക്കുന്നത്. എങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, റബ്ബ് നിർബന്ധമാക്കിയ ഒരു കാര്യം എടുക്കാതിരുന്നിട്ട് അവന്റെ ശിക്ഷ വന്ന് അതിനെ സഹിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും എളുപ്പം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്ത് അതിന്റെ പേരിൽ എത്ര പ്രയാസം ഉണ്ടായാലും വേണ്ടിയില്ല, അത് സഹിക്കുന്നതാണ് എനിക്ക് എളുപ്പമെന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ആലോചിച്ച് നോക്ക്. ഏത് സാഹചര്യത്തിൽ ഇബാദത്ത് എടുക്കാനുള്ള താല്പര്യവും ഉത്സാഹവും അള്ളാഹു നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു നൽകട്ടെ. അവശതയും രോഗവും അവഗണിച്ച് നോമ്പെടുക്കുന്ന പ്രായമേറിയ ഉമ്മമാർക്കും അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകി ആയുസ് നീട്ടി കൊടുത്തിട്ട് റബ്ബ്. നിങ്ങൾ ഇനി ചിന്തിക്കി പറഞ്ഞ വാക്കുകൾ. കൊടും വേനൽക്കാലത്ത് യൂറോപ്പിലെ നോർവേ, നോർവേ ലാൻഡ് ഓഫ് ദ മിഡ്നൈറ്റ് സൺ എന്നാണ്, പാതിരാ സൂര്യന്റെ നാടെന്നാണ് അറിയപ്പെടുന്നത്. മെയ് അവസാനം മുതൽ ജൂലൈ അവസാനം വരെ 76 ദിവസം മുഴുവൻ പകലാണ്, സൂര്യൻ അസ്തമിക്കുന്നേയില്ല. നിങ്ങൾ ചിന്തിക്കണം, 76 ദിവസം അവിടെ തുടർച്ചയായി സൂര്യൻ നിൽക്കുകയാണ്, അവിടെ രാവ് ആവുന്നില്ല. സ്വാൽബാർഡ് ദ്വീപിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ സൂര്യൻ അസ്തമിക്കില്ല, സൺസെറ്റ് ഇല്ല, അവിടെ രാത്രി ഇല്ല, എപ്പോ നോക്കിയാലും പകലാണ്. വേനൽക്കാലത്ത് അവിടെ 22 മണിക്കൂറും പകലാണ്, 22 മണിക്കൂറും പകലാണ്. അപ്പൊ 2 മണിക്കൂർ മാത്രമാണ് അവർക്ക് രാത്രി. ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലെ? ഇവിടെ പകൽ നമുക്ക് 12 മണിക്കൂറാണെങ്കിൽ അവിടെ 8 മണിക്കൂർ അധികമാണ്, 20 മണിക്കൂർ പകലാണ്. ചിലയിടത്തൊക്കെ 22 മണിക്കൂറും. നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് 8 മണിക്കൂർ അധികം കാത്തിരിക്കണം അവർക്ക് നോമ്പെടുക്കാൻ. ഒന്ന് ആലോചിച്ചു അല്ലേ? വടക്കൻ യൂറോപ്പ്, ഫിൻലാൻഡ് വേനൽക്കാലത്ത് 3-4 മാസങ്ങളിൽ 24 മണിക്കൂറും അവിടെ പകലാണ്, അവിടെ സൂര്യൻ അസ്തമിക്കാറില്ല. തണുപ്പ് കാലത്ത് നേരെ തിരിച്ചു, സൂര്യൻ ഉദിക്കാറില്ല, സൺസെറ്റ് അവിടെ സൺറൈസ് ഇല്ല. തുടർച്ചയായി 6 മാസം സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങൾ, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യങ്ങളില്ലേ, അവിടുത്തെ വിശ്വാസികൾ നോമ്പെടുക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ച് നോക്ക്. എത്ര പകലവർ കഷ്ടപ്പെടണം, ദീർഘമായ പകലുകൾ, രാത്രിയില്ലാതെ 2 മണിക്കൂർ കൊണ്ട് ഉടനെ സൂര്യൻ ഉദിക്കുകയാണ്. നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക് അല്ലേ? എത്ര പ്രയാസം സഹിച്ചും അവരെ നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒരിക്കലും ലംഘിക്കാത്ത വാഗ്ദാനമാണ്. യഖൂലുല്ലാഹു തബാറക വതആല കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സൗം. എല്ലാ കർമ്മങ്ങളും, അതേ എല്ലാ പ്രവർത്തനങ്ങളും ആദം പുത്രന്റേതാണ്, മനുഷ്യപുത്രന്റേതാണ്. ഇല്ല സൗം, നോമ്പൊഴികെ. ഫഇന്നഹു ലി, തീർച്ചയായും ആ നോമ്പ് എനിക്കുള്ളതാണ്. വനഅജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാ അമലുകൾക്കും അള്ളാഹു തന്നെയല്ലേ പ്രതിഫലം നൽകണം അല്ലേ? പിന്നെ നോമ്പിനെ പറ്റി മാത്രം എന്താ അള്ളാഹു അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. ഹദീസ് കൃത്യമായി അതിന് പറയുന്നുണ്ട്. ഒന്നാമതായി, നോമ്പൊഴികെയുള്ള ബാക്കി എല്ലാ അമലുകളും ആളുകൾ കാണുന്നതാണ് ഇല്ലേ? അത് റിയാദ് കടന്നു വരും. അപ്പൊ പിന്നെ അള്ളാഹിന്റെ അടുത്തുനിന്ന് കൂലി വാങ്ങാൻ ഉണ്ടാവില്ല, അടപ്പുകളുടെ അടുത്ത് കൂലി വാങ്ങാൻ ഉണ്ടാവില്ല. രണ്ടാമത്തത്, ആ ഒരു കാര്യം, ഈ പറഞ്ഞ കർമ്മങ്ങൾക്കൊക്കെയും അവരവരുടെ ചെയ്തികൾക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോരുത്തർക്ക് എത്ര കർമ്മം, എത്ര പ്രതിഫലം കിട്ടുമെന്ന്. പക്ഷെ ഇല്ലസിയ എന്ന് പറഞ്ഞാൽ അതെനിക്ക് മാത്രമുള്ളതാണ്. അതിന് അള്ളാഹ് നിശ്ചയിച്ച പ്രതിഫലം ഒരു പടപ്പുകൾക്കും അറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ, റബ്ബിന് മാത്രമേ അറിയൂ. കുല്ലു അമലി ഇബ്നി ആദം യുദാഅഫുൽ ഹസനതു 10 അംസാലിഹാ ഇലാ 700 എല്ലാ കർമ്മങ്ങളും, നോമ്പൊഴികളുടെ എല്ലാ കർമ്മങ്ങളും അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ഇരട്ടി മുതൽ അത് 700 ഇരട്ടി വരെ ആകാം. നോമ്പൊഴികെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ. കാര്യം എന്താ? ഒരുത്തൻ നോമ്പുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അവൻ മിണ്ടാതിരിക്കുകയാണ്,
അവന് നോമ്പുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ റബ്ബിന് മാത്രം വലിയ ഇഖ്ലാസ് അവിടെ വരുന്നത് കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ ശരിയായ നോമ്പുകാരനായി കഴിയുക എന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അള്ളാഹുവിന്റെ ആദരവ് നേടിയവനാണ്. ഞാൻ ആലോചിച്ചിട്ട് നോമ്പ് നോറ്റാൽ നമുക്ക് ശാരീരികമായ നേട്ടങ്ങൾ പലതുണ്ട് എന്ന് പറയുന്നു. ഷുഗർ കൺട്രോൾ ആവും, കൊളസ്ട്രോൾ കൺട്രോൾ ആവും, പ്രഷർ അല്ലേ, ഇതൊക്കെ ആവുന്നു. ഇനിയിപ്പോ ഇതൊക്കെ ഇല്ലെങ്കിലും, ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലും ഒരു വിശ്വാസി ലക്ഷ്യമാക്കേണ്ടതെന്താ? എന്താ? ഏത് പ്രയാസം സഹിച്ചും അവനെ നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഓഫറാണ് വസ്സാബിരീന വസ്സാബിറാത്തി വൽഖാശിഈന വൽഖാശിആത്ത് വൽമുതസദ്ദിഖീന വൽമുതസദ്ദിഖാത്തി വസ്സായിമീന വസ്സായിമാത്തി والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സൂറത്ത് അഹ്സാബിലെ 35-ാമത്തെ ആയത്തിലെ ക്ഷമാശീലരായ ആണുങ്ങളും പെണ്ണിനും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, ഭക്തിയുള്ള ആണിനും പെണ്ണിനും, സദഖ ചെയ്യുന്ന ആണിനും പെണ്ണിനും, നോമ്പെടുക്കുന്ന ആണിനും പെണ്ണിനും, സ്വന്തം ഗുഹ്യാവയവങ്ങൾ വിചാരത്തിൽ നിന്ന് സൂക്ഷിക്കുന്ന ആണിനും പെണ്ണിനും, അല്ലാഹുവെ ധാരാളമായി ഓർക്കുന്നവർക്കും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് മഗ്ഫിറത്തൻ, പാപമോചനവും, അജ്റൻ അദീമ, മഹത്തായ പ്രതിഫലവും. ഇതാണ് ലക്ഷ്യം. നോമ്പെടുത്തിട്ട് രോഗം കുറഞ്ഞില്ലെങ്കിലും അസുഖം മാറിയില്ലെങ്കിലും ഒരു വിശ്വാസി പ്രതീക്ഷിക്കേണ്ടത് ഇതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും മഹത്തായ സ്വർഗവുമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നോമ്പും പറയും നമുക്ക് വേണ്ടി. ഓരോ നിമിഷവും അല്ലാഹുവോട് പറയും, റബ്ബി ഇന്നി മനഅതുഹു തആമ വശറാബ ബിന്നഹാർ. അല്ലാഹ് പകലിൽ അവന് അന്നപാനീയങ്ങൾ ഞാൻ അവന് മുടക്കിയിരിക്കുന്നു. അവന്റെ മുന്നിലുണ്ട്, വേണമെങ്കിൽ പോയി കുടിക്കാം, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവന്റെ മുന്നിലുണ്ട് ഫുഡ്, വേണമെങ്കിൽ കഴിക്കാം, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അല്ലാഹ് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, അല്ലാഹുവോട് പറയണം, എനിക്ക് വേണ്ടി അവൻ അവന്റെ അന്നപാനീയങ്ങൾ വേണ്ടാന്ന് വെച്ചവനാണ് അല്ലാഹ്. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, അവന്റെ കാര്യത്തിൽ ശുപാർശ അല്ലാഹ് നീ സ്വീകരിച്ചാലും എന്ന് നോമ്പ് നമുക്ക് വേണ്ടി പറയും. പ്രിയപ്പെട്ടവരെ, ഇത്രയും മഹത്തായ പ്രതിഫലമുള്ള നോമ്പിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക. ഒന്ന്, നോമ്പ് അമാനത്താണ്. അമാനത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ പദം വിവരിക്കേണ്ട ആവശ്യമില്ല. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പദത്തിന്റെ ഗൗരവം നമ്മൾ അറിയാത്തവരല്ല നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൗമ അമാന, നോമ്പ് അമാനത്താണ്. ഫൽയഹ്ഫദ് അഹദുക്കും അമാനതഹു, അതുകൊണ്ട് അവനവന്റെ കയ്യിൽ, നമ്മുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിൽ ഇപ്പൊ അമാനത്തുണ്ട്, നോമ്പാകുന്ന അമാനത്തുണ്ട്. അതിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കട്ടെ. എന്നിട്ട് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോടെ വദഅ യദഹു വലാ സമഇഹി വബസരിഹി, എന്നിട്ട് അല്ലാഹു ഈ ഇരു കണ്ണിലും അതേപോലെ തന്നെ ചെവിയിലും കൈവച്ചുകൊണ്ട് അമാന, കേൾവി അമാനത്താണ്, വൽബസറു അമാന, കണ്ണ് കാഴ്ച അമാനത്താണ്. വലൗലാ അന്നഹു മിൻ അമാനാത്തിസ് സൗമി ലമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയഖുൽ ഇന്നി സായിമുൻ. അല്ലേ, പണ്ഡിതന്മാർ പറയും, അപ്പോ ഒരാൾ തർക്കിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ വന്നാൽ ഞാൻ നോമ്പുകാരനൊന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അത് അമാനത്തല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഒരാൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മോട് തർക്കിക്കാനോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാനോ വരുമ്പോ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ നോമ്പ് അമാനത്തായത് കൊണ്ടല്ലേ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പൊ നോമ്പുകാരനായിരിക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നറിയാം, ഈ നോമ്പ് തുറക്കുന്നവരെ ഉള്ളൂ കൺട്രോളിംഗ് എന്നാണ്. അല്ലല്ലോ പ്രിയപ്പെട്ടവരെ, അല്ല. അല്ലേ, റമദാനിലെ പകലിൽ മാത്രമല്ല സൂക്ഷ്മത, നോമ്പ് തുറന്ന ശേഷവും അത് നിലനിർത്താൻ സാധിക്കണം. നോമ്പായത് കൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോ അവൻ അള്ളാഹുവെ പേടിക്കുന്നത് കൊണ്ടല്ലേ അത് പറയുന്നത്? അല്ലേ? ആണോ? അല്ലേ? ആണ്. തന്നെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോ ആ വാക്കിനോട് കൂറു പുലർത്തുന്നതായിരിക്കണം നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും. വെറുതെ നാവ് കൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത്. കേവലം പട്ടിണി കിടക്കലായി മാറരുത് നമ്മുടെ നോമ്പ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കം മിൻ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹ, അവൻ നോമ്പ് നോറ്റത് കൊണ്ട് കുറെ ദാഹം ഉണ്ടായി, വെള്ളം ദാഹിച്ചു എന്നല്ലാതെ. വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, എത്ര രാത്രി നമസ്കാരക്കാരാണ്, അവന്റെ രാത്രി നമസ്കാരം കൊണ്ട് അവനെന്താ നേടിയത്? കുറെ സമയം ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ. ആ ഒരു വിഭാഗത്തിൽ നമ്മുടെ പലത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാവിനെ നിയന്ത്രിക്കണം. റമദാനിന്റെ പകലിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, രാത്രിയിലും പറഞ്ഞത് നോമ്പ് നോറ്റ റമദാൻ. എന്നിട്ട് അവൻ സ്വയം പറയാണ്, നോമ്പ് തുറന്നാലും അള്ളാഹ്ക്ക് ഞാൻ ധിക്കാരം കാണിക്കില്ല എന്ന് അവന്റെ നോമ്പ് ശരിയായ നോമ്പ. കാരണം പകലിലുള്ള കൺട്രോള് അവൻ രാത്രിയുമുണ്ട്. എന്നിട്ടോ നോമ്പെടുത്തു. അവൻ സ്വയം പറയാണ്, ഒന്ന് നോമ്പ് തുറന്ന് കിട്ടിയെങ്കിൽ തോന്നിയാസം കാണിക്കാമായിരുന്നു എന്നാണ് അവൻ സ്വയം പറയുന്നതെങ്കിൽ അവന്റെ നോമ്പ് തള്ളപ്പെട്ടതാണ്, അസ്വീകാര്യമാണ്, സ്വീകരിക്കപ്പെടുകയില്ല. വളരെ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നോമ്പ് സൂക്ഷ്മതയുടെ നോക്കണം. ചിലരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ നാവിനും ആമാശയത്തിനും മാത്രമാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ, അല്ലേ? തിന്നുന്നില്ല കുടിക്കുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. റമദാനിൽ അല്ലാത്തപ്പോഴും ഒരു മാറ്റമില്ല. ആകെ എന്താ മാറ്റം? നോമ്പിടുന്ന അറിയണതല്ലേ, അവൻ തിന്നുന്നില്ല കുടിക്കുന്നില്ല. റമദാനിൽ അല്ലാത്തപ്പോൾ അവന്റെ പെരുമാറ്റത്തിലും അവന്റെ സ്വഭാവത്തിലും യാതൊരു മാറ്റവുമില്ല. ബാക്കി എല്ലാ അനാവശ്യങ്ങളിലും തോന്യാസങ്ങളിലും വഴി സമയം കൊല്ലുന്ന കുറെ ആളുകളുണ്ട്. രാവിലെ മുതൽ നീണ്ട പകലിങ്ങനെ കിടക്കുകയല്ലേ, ടൈം പാസ്. അതിനെന്ത് വേണം? അത് മൊബൈലിൽ തോണ്ടി ഇങ്ങനെ കളയണം. കുട്ടികൾ നോമ്പെടുത്ത് കരയാണെങ്കിൽ അത് മൊബൈലിൽ ഗെയിം വെച്ച് കൊടുത്ത് അങ്ങനെ കുറെ ഇങ്ങനെ കളയണം. അങ്ങനെ റീൽസും അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ കണ്ട് സമയം നഷ്ടപ്പെടുത്തുന്ന കുറെ ആളുകൾ, അവരൊക്കെ നോമ്പെടുക്കുന്ന ആളുകളാണ്. റമദാനിന്റെ പകലുകൾ ഉറങ്ങി തീർക്കുന്ന ചില ആളുകളുണ്ട്. രാവിലെ ഒന്ന് ഉറങ്ങാം, ലോർബാബുകളൊക്കെ വിളിച്ചാൽ മതി, നേരത്തെ തന്നെ ഭാര്യയുടെ മക്കളോടും പറയുക. എന്നിട്ട് പറയുകയും ചെയ്യുക, എന്താ ഉറക്ക ഇബാദത്തല്ലേ? ആര് പറഞ്ഞു അങ്ങനെ? അല്ലാഹ് റസൂൽ പഠിപ്പിച്ചോ? ഞാൻ ഇബാദത്താണ് പറഞ്ഞോ? ഇല്ല, റസൂൽ പറഞ്ഞിട്ടില്ല. അങ്ങ് പറഞ്ഞേ ഉറങ്ങിയാ മതി, നീയത്ത് വെച്ച് ഉറങ്ങിയാ മതി. എവിടെ പറഞ്ഞു? ആലോചിച്ച് നോക്ക്. ദീൻ എങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബി. അനാവശ്യ വാക്കും അനാവശ്യ പ്രവർത്തനവും ആര് ഒഴിവാക്കുന്നില്ലയോ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. അവൻ അല്ലാഹുവിന് വേണ്ടി നോമ്പ് എടുത്തിട്ട് അന്നപാനീയങ്ങൾ തിന്നാതിരിക്കുന്നതും കുടിക്കാതിരിക്കുന്നത് കൊണ്ട് അല്ലാഹുക്ക് ഒരു കാര്യവും ഇല്ല, ഒരു ആവശ്യവും ഇല്ല. എന്തിനാ ആരെ ബുദ്ധിമുട്ടാണ്? അത് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കൃത്യമായി നമുക്ക് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദാ സുംത ഫൽയസും സംറുക്. നീ നോമ്പെടുത്താൽ നിന്റെ കാതിന് നോമ്പ് വേണം. ആമാശയത്തിന് മാത്രം പോരാ, വയറിന് മാത്രം പോരാ. നിന്റെ കാതുകൾക്ക് നോമ്പ് വേണം. നിന്റെ കണ്ണുകൾക്ക് നോമ്പ് വേണം. കളവ് പറയാതെ. എന്താ പ്രിയപ്പെട്ടവരെ, അസൗം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വാക്കിന്റെ അർത്ഥം അൽ ഇംസാക്. ഇംസാക് എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് എന്നാണ്, നിയന്ത്രിക്കാൻ സൗം എന്ന വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോമ്പെടുക്കുമ്പോ അതിൻ്റെതായ ഒരു ഗാംഭീര്യവും അച്ചടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവട്ടെ. എന്നിട്ട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ, നിനക്ക് നോമ്പില്ലാത്ത ദിവസവും നോമ്പുള്ള ദിവസവും നീ ഒരുപോലെ ആക്കരുത്. അവസാനം പറഞ്ഞ വാക്ക് റെഡിയാണ്. ഇന്നൊക്കെ ആലോചിച്ച് നോക്ക്. ഇന്നലത്തെ ദിവസം നമ്മൾ തുടങ്ങിയ ആ ഒരു കൺട്രോളിങ് അതിലാണോ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്? നോമ്പില്ലാത്ത ദിവസവും നോമ്പുള്ള ദിവസവും നീ ഒരേപോലെ ആക്കുകയാണെങ്കിൽ പിന്നെ റമദാനിൽ നീ ജീവിച്ചിട്ട് എന്താ കാര്യം? അതാണ് ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാം വെറുതെ തിന്നാതിരുന്നത് കൊണ്ടോ കുടിക്കാതിരുന്നത് കൊണ്ടോ കാര്യമില്ല പ്രിയപ്പെട്ടവരെ, എല്ലാം നിയന്ത്രിക്കണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറുന്ന സമയങ്ങൾ നമ്മുടെ ഫോൺ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അത്രയും മണിക്കൂർ അല്ലാഹുവിന്റെ തൃപ്തിയിലാണോ നമ്മൾ ആ ചെലവഴിച്ചത്? അതല്ല ഭൗതികമായ കാര്യങ്ങൾക്കാണോ? ഒരു കൺട്രോൾ ഇനിയും വേണ്ടേ? റമദാൻ തുടങ്ങുമ്പോൾ നമ്മൾ പലതും ഇപ്പൊ തന്നെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് വിട്ടു നിൽക്കണം, വിവാദത്തിൽ മുഴുകണം. അതൊക്കെ വെറും തീരുമാനങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകരുത് പ്രിയപ്പെട്ടവരെ. അതിനോട് കൂറുപാലിക്കാൻ സാധിക്കണം. അള്ളാഹു കൃത്യമായി തഖ്വ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നോമ്പ് 30 പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. الله والرسول صلى الله عليه وسلم للصائم فرحتان. നോമ്പുകാരന് സന്തോഷിക്കാനുള്ള രണ്ട് അവസരങ്ങൾ.
അതിലൊന്ന് ഫർഹത്തുൻ ആജില. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫർഹത്തുൻ ആജില, അതാണ് ഫർഹത്തുൻ ഇൻദൽ ഫിത്ർ. നോമ്പ് തുറക്കുമ്പോഴുള്ള ആ പകല് മുഴുവനും ക്ഷമിച്ച് സഹിച്ച് തിന്നണമെന്നും കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും മുന്നിൽ കൊണ്ട് ഭക്ഷണം വെച്ചിട്ടും കാത്തിരുന്ന സമയത്ത്, നോമ്പ് മുറിക്കാനുള്ള സമയത്ത് ആ വെള്ളം ഇങ്ങനെ വായിലേക്ക് ഇറക്കുമ്പോൾ കിട്ടുന്ന നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടവന്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷണികമല്ലേ ആ സന്തോഷം. രണ്ടാമത്തെ സന്തോഷത്തെ പറ്റി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഫർഹത്തുൻ ആജില, അതാണ് റസൂൽ പറഞ്ഞത്. വഅമ്മാ ഫർഹു ഇൻദ ലിഖാഇ റബ്ബിഹി, നോമ്പുകാരനായിട്ട് ആ നിമിഷം മരിച്ചുപോയി റബ്ബിനെ കാണുമ്പോൾ. പക്ഷെ ആ സന്തോഷം, ഇവിടെ ദുനിയാവിലെ സന്തോഷം കുറച്ച് നിമിഷത്തേക്കാണെങ്കിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള അവിടുത്തെ ജീവിതം മുഴുവനും ശാശ്വതമല്ലേ, മറ്റു നശ്വരമല്ലേ? പ്രിയപ്പെട്ടവരെ, എത്ര വ്യത്യാസമുണ്ട് എന്നാലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമയം നമ്മൾ പാഴാക്കരുത്. റമദാനിന്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് എന്നാണ്. കാരണം ഇദാഅത്തുൽ വഖ്തി തഖ്തഉക അനില്ലാഹ്, നീ വെറുതെ സമയം ഇങ്ങനെ നേരം കൊള്ളുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നും നിന്നെ മുറിച്ചു കളയും, അല്ലാഹുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി കളയും. വദ്ദാരിൽ ആഖിറ, പരലോകത്തുള്ള ബന്ധവും. മരണം എന്നത് അത് ദുനിയാവിൽ നിന്നും ആ ദുനിയാവിന്റെ ആളുകളിൽ നിന്നും നിന്റെ ബന്ധം വേർപെടുത്തും. അതാണ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ശരിയായ ഈമാനുള്ളവർക്ക് കടുത്ത പരീക്ഷണമാണ് പറഞ്ഞത്. നമ്മളതിനെ ആലോചിച്ച് നോക്ക്. പണിയൊന്നുമില്ലാതെ വീട്ടിലേക്ക് ഒതുങ്ങി കൂടുന്ന ആളുകൾ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് തിന്മകൾ വരുന്നത്. ഒറ്റയ്ക്ക് ഇരുന്നാൽ തിന്മകൾ ഉണ്ടാവുന്നില്ലേ? വെറുതെ ഇരുന്നാൽ തിന്മകൾ സംഭവിക്കുന്നില്ലേ? ഒരു പരീക്ഷണം തന്നെയല്ലേ? 11 മാസം ഇഷ്ടംപോലെ തിന്നും കുടിച്ചും പലതും കണ്ടും കേട്ടും ആസ്വദിച്ച ദിവസങ്ങൾ. എന്നാൽ ഒരു മാസം ഇതെല്ലാം നിയന്ത്രിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പരാജിതനാരാ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാർഗമായ ഒരു മാസം വന്നിട്ടും അതിലെ റഹ്മത്തും ബറക്കത്തും നേടാൻ കഴിയാത്തവനാണ് ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ പറഞ്ഞില്ലേ, 10 മിനിറ്റ് നോക്ക് വായ അടച്ചിരുന്നാൽ നോമ്പുകാരന്റെ നമ്മുടെ വായുടെ സ്മെല്ല് നമുക്കറിയാം. സ്മെല്ലുണ്ടാവില്ലേ? ഉണ്ടാവും. പകൽ 12 മണിക്കൂറിലധികം ഒന്നും കുടിക്കുകയോ തിന്നുകയോ ചെയ്യാതിരിക്കുന്ന നോമ്പുകാരന്റെ വായയുടെ ഗന്ധം ദുർഗന്ധമാണെന്ന് കരുതണ്ട. നോമ്പുകാരനെ അല്ലാഹ് ആദരിച്ചത് കസ്തൂരിയേക്കാൾ വാസനയാണ്. അടുത്തിരിക്കുന്ന ഒരു സ്മെല്ലുണ്ടായാലും അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ നല്ല സ്മെല്ലുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ആ റമദാനിന്റെ നോമ്പിന്റെ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞോ ആ കാര്യങ്ങളെല്ലാം വെറും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നോമ്പിനെ ഫസാദാക്കുന്ന കാര്യങ്ങളെ പറ്റി ഗൗരവമായിട്ട് പറഞ്ഞു. അതിനൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ആ പറഞ്ഞ വാഗ്ദാനം പരിപൂർണമായ അർത്ഥത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുത്തക്കിയുള്ള കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടണം. അതിനുവേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്ന പിഴവുകൾ നീ പുറത്ത് മാപ്പാക്കി തരണേ. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കൂടുതൽ നിന്റെ തഖ്വയുടെ പാതയിലേക്ക് മുന്നേറാൻ, തെറ്റിന്റെ പാതയിൽ നിന്നും പിന്നോട്ടടിക്കാൻ അള്ളാഹുവെ തൗഫീഖും ഈമാനും ഞങ്ങൾക്ക് നൽകുമാറാകണേ. ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണം. ഞങ്ങളിൽ നിന്നും വളരെയേറെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടക്കണിയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലാഹു അനുവദനീയമായ മാർഗത്തിലൂടെ അവരുടെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين
اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.